ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ അച്ഛനോട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇംഗ്ലീഷിൽ എല്ലാവർക്കും ചിലപ്പോൾ ഗ്രാമർ അറിയണ്ടാവാം, ടെൻസ് അറിയണ്ടാവാം, പക്ഷെ സംസാരിക്കുമ്പോൾ സ്റ്റെക്കാവും. അതെ, എന്താണ് സ്റ്റെക്കാവാൻ കാര്യം അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യണം. സംസാരിക്കുകയാണെങ്കിലും ശരി, എഴുതുകയാണെങ്കിലും ശരി, സെൻറ്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓർഡർ അറിയണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇതിനാണ് നമ്മൾ വേർഡ് ഓർഡർ എന്ന് പറയാം. ഈ വേർഡ് ഓർഡർ അറിയുകയാണെങ്കിൽ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, വെർബ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പല പല രീതിയിലാണ് ഈ വേർഡിൻ്റെ ഓർഡർ കിടക്കുന്നത്. അപ്പോൾ ഈ വേർഡിൻ്റെ ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസ് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയും, അത് വേർഡ് ഓർഡർ ഞങ്ങൾക്ക് അറിയാലോ, എന്നിട്ടും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വേർഡ് ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് എങ്ങനെ ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്കുട്ടി നമ്മൾ പറഞ്ഞതുപോലെ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ആദ്യം വേണ്ടത് കർത്താവാണ്. അതെല്ലാവർക്കും അറിയാം. ഏതാ കർത്താവ്? കുരിശിന്റെ ഉള്ള മേളിലുള്ള കർത്താവല്ല. അതായത് സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആള്. ആ ആളിനെയാണ് നമുക്ക് കർത്താവ് എന്ന് പറയുന്നത് മലയാളത്തില്. ഓക്കെ, അപ്പൊ ഈ കർത്താവ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത് പറയണ ക്രിയയാണ് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനം. ഓക്കെ, ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി. ഓക്കെ, അപ്പൊ ഈ പ്രവൃത്തി നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് സംസാരത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മലയാളത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എളുപ്പം പറഞ്ഞല്ലോ, ഐ ആം സ്ലീപ്പിംഗ്. അതിന് നേരെ ഇനി ആ ഇംഗ്ലീഷ് സെൻറ്റൻസിന് നേരെ ഒന്ന് മലയാളത്തിലാക്കി നോക്കി, മലയാളത്തിൽ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ സ്ലീപ്പിംഗ് ആം എന്നല്ലേ? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക ആണ്. പക്ഷെ ഇംഗ്ലീഷിലേക്ക് പറഞ്ഞപ്പോഴേക്കും എന്തായി? തിരിച്ചു വന്നു അല്ലേ? ഐ ആം സ്ലീപ്പിംഗ് എന്നാണ്. അപ്പൊ ഈ ആം എന്നതാണ് നമ്മൾ നടുക്കിലിട്ടത് അല്ലേ? ഐ ആം സ്ലീപ്പിംഗ്, ഞാൻ ആണ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ മലയാളത്തിൽ എന്തായിരുന്നു? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ രണ്ടിലും ആയിരുന്നു, ആണ് എന്നത് അവസാനമാണ് വരുന്നത് അല്ലേ? പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ആണ്, ആയിരുന്നു എന്നുള്ളത് എവിടെ വരും? നടുക്ക് വരും. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ മലയാളത്തിലൊരു സെന്റൻസ് പറയുന്നതിന്റെ അവസാനത്തെ വാക്കിൽ കയറി പിടിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. അവൻ എൻ്റെ ബെസ്റ്റ് സുഹൃത്താണ്. എങ്ങനെ പറയാ? അപ്പൊ അവൻ എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് സെന്റൻസ്. ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ അവൻ എൻ്റെ നല്ല സുഹൃത്ത് ആണ് എന്നതാണ് അവസാനിച്ചത്. മലയാളം പറഞ്ഞു. ആ ആണ് എന്നുള്ളത് നമ്മൾ എപ്പോ പിടിക്കണം? എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, നമ്മള് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് വെർബിനെയാണ്, ഓക്സിലറി വെർബിനെയാണ് നടക്കൊണ്ടുപോയി. ഒന്നുകിൽ ഓക്സിലറി ആവാം, അല്ലെങ്കിൽ വെർബ് ആവാം. ചിലപ്പോൾ അത് ഓക്സിലറിയിൽ അവസാനിക്കും, അതല്ലെങ്കിൽ വെർബിൽ അവസാനിക്കും. എന്തായാലും നമ്മൾ അവസാനം പറയും, മലയാളത്തിൽ അവസാനം പറയുന്ന സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചിട്ട് നേരെ അതിനെ പിടിച്ചിട്ട് നടുക്കിൽ കൊണ്ടുവന്നിടണം. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ അവളൊരു നേഴ്സാണ്. ആണല്ലോ, ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണ്. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞത് ആണ് എന്നാണ്. ആ ആണ് എന്നുള്ളതിനെയാണ് എന്ത് ചെയ്ത് നടുക്കിൽ കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? മെയ്ഡ് അല്ല, മെയ്ഡ് ബിരിയാണി. ഐ ഹാവ് മെയ്ഡ് ബിരിയാണി. എങ്ങനെ കിട്ടിയത്? ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉണ്ട്. അപ്പൊ അവസാനാണ് ഉണ്ട് വന്നത്. ആ ഉണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? നടുക്കിലേക്ക് ഇട്ടു അല്ലേ? അപ്പൊ അതിനെ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോ, ഇംഗ്ലീഷിൽ അതായത് കറക്റ്റ് ഇപ്പൊ മലയാള രീതിയിൽ അതിന് പറയുമ്പോ എങ്ങനെ കിട്ടുക? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി. മലയാളം പറഞ്ഞത് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അതേ ഓർഡറിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ എങ്ങനെ വരിക?
മെയ്ഡ് ബിരിയാണി ഹാവ്. ശരിയാവോ? ഇല്ല. ഐ മെയ്ഡ് ബിരിയാണി ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു രസമില്ല കേൾക്കാൻ അല്ലേ? അപ്പൊ അതാണ് ഇംഗ്ലീഷിന്റെ രസമില്ലാത്ത കുറച്ച് വെർബ് ഉണ്ടല്ലോ. വെർബ് അല്ല പ്രശ്നം, ഈ ഓർഡർ ആണ് പ്രശ്നം. ഓർഡർ ആണ് പ്രശ്നം. നമ്മളിപ്പോ എങ്ങനെ പറഞ്ഞാലും ഈ ഓർഡർ തെറ്റിപ്പോയാ എല്ലാം പോയി അല്ലേ? വേറെ ഓർഡർ നമ്മൾ രസമില്ലാതെ പറയണ ഓർഡറുകൾ ഉണ്ടാവില്ല. ഇല്ല, എല്ലാത്തിനും ഇങ്ങനെ ഓർഡർ ഉണ്ടാവും. എന്താ അങ്ങനത്തില്ല, വേറെ ഓർഡർ ഉണ്ടാവില്ലേ? വി ഹാവ് മെയ്ഡ് അങ്ങനെയൊക്കെ പറയുമ്പോ വി ഹാവ് മെയ്ഡ്, അതിനെ നമ്മൾ തിരിച്ചിട്ട് വി മെയ്ഡ് ഹാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പോയില്ലേ? അതാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ പ്രശ്നം, എല്ലാവരും സംസാരിക്കുമ്പോൾ ഈ വേർഡ് ഓർഡർ കറക്റ്റ് ആയിരിക്കണം. അതായത് സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ്, ഇതാണ് അതിന്റെ ഓർഡർ. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ്. പക്ഷെ മലയാളത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് ഇങ്ങനെയാണ് പോകുന്നത്. ആ വെർബിന്റെ തൊട്ടപ്പുറത്ത് വെർബ് കഴിഞ്ഞിട്ടായിരിക്കും ഓക്സിലറി വെർബ് വരുന്നത്. അതാണ് മലയാളത്തിന്റെ ഓർഡർ. അപ്പോൾ ആ ഓർഡറിൽ നമ്മളുടെ ബ്രെയിൻ ഓൾറെഡി ചിന്തിച്ച് അങ്ങനെയാണ് എല്ലാ സെന്റൻസുകളും നമ്മുടെ തലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യാനുള്ള പവർ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളെ എല്ലാ സംഭവങ്ങളും നമ്മൾ എങ്ങനെയാണോ മലയാളം ചിന്തിക്കുന്നത്, ആ ചിന്തിച്ചത് അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ നടുക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും. പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ പറയാൻ പോവാണ് കുറേ സെന്റൻസ്. ഈ അവസാനിക്കുന്നത് എന്തിലാണെന്ന് നോക്കുക, എന്നിട്ട് ഇതിനെ പറഞ്ഞു നോക്കുക. ഓക്കെ, ഞാൻ കുളിക്കും. ഞാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കുളിക്കും. എങ്ങനെയാണ് വില്ല് വന്നത്? വില്ലൊന്നും വന്നിട്ടില്ലല്ലോ. കുളിക്കും എന്ന് കേൾക്കുമ്പോഴേക്കും അപ്പോഴേക്കും നമുക്ക് വില്ല് മനസ്സിൽ ഓർമ്മ വരണം അല്ലേ? അവസാനം കുളിക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഉമ്മിലാണ് അവസാനിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് വില്ല് ആദ്യം വന്നത്. അപ്പൊ ഇനി അല്ല, ഐ ടേക്ക് ബാത്ത് വിൽ. ഐ ടേക്ക് ബാത്ത് വിൽ എന്ന് വരും. ഒരു രസമില്ല എന്നല്ല, അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇംഗ്ലീഷുകാർ പോലും അടുപ്പിക്കൂല അല്ലേ? ഓടിച്ചു വിടും. പക്ഷെ നമുക്ക് മലയാളം തിരിച്ചു പറയാം. മലയാളം നമ്മളിപ്പോ അല്ല, അവൻ എൻ്റെ സുഹൃത്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് അവൻ എൻ്റെ സുഹൃത്താണെന്നുള്ളത് തിരിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, അവനാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാലും മലയാളത്തിൽ ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല അല്ലേ? എല്ലാ സെന്റൻസും ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അവനാണ് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ അവനാണ് എൻ്റെ നല്ല സുഹൃത്ത്, ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. ഇംഗ്ലീഷിന് ഈ കറക്റ്റ് ഓർഡർ, കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതിന് കറക്റ്റായിട്ടൊരു ഓർഡർ ഉണ്ട്. അതായത് ഒന്നും കൂട്ടിയാൽ എത്രയാണ്? രണ്ട് തന്നെയാണ്, അത് മാറൂല. അതേപോലെ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് കൃത്യമാണ്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളത് ആ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. ചോദ്യമാണോ ഉത്തരമാണോ ഒന്നും ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ത്? കൃത്യമായിട്ട് ഇതിൻ്റെ ഓർഡർ പഠിക്കുക. എന്നിട്ട് നമ്മൾ മലയാളം പറയുന്നതിൻ്റെ അവസാനത്തെ ആ സംഭവം പിടിച്ചിട്ട് നേരെ നടുക്കിൽ പറയണം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അവൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് മലയാളത്തിൽ പറയാം. തിരിച്ചു പറയാം. ഇനിയോ അവൻ ജോലി ചെയ്യുന്നു ഒരു കമ്പനിയിൽ, ഇങ്ങനെയും പറയാം. ഇതാണ് ഇംഗ്ലീഷിൽ വരിക. അവൻ ജോലി ചെയ്യുന്നു ഒരു കമ്പനിയിൽ. കറക്റ്റ് അല്ലേ? അതാണ് കറക്റ്റ്. എന്ത്? മലയാളം കറക്റ്റ് എന്നല്ല പറഞ്ഞത്, സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എളുപ്പത്തില്. ഓക്കെ, അപ്പൊ അവൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റ് അവസാനിച്ച് എന്താണ്? ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നു എന്നുള്ളത് ഇടണ്ടേ? ആലോചിച്ച് കൊണ്ടുവന്നിട്ട് വേഗം വേണം, വേഗം കൊണ്ടുവന്നിട്ട്. He works. A അല്ല, കമ്പനി. ഇൻ എ കമ്പനി, അവിടെയാണ് എ ഇടേണ്ടത് കേട്ടോ. ഹി വർക്ക്സ് ഇൻ എ കമ്പനി, അവൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അല്ലേ? തിരിച്ചു പറയണം. ഓക്കെ, അപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. എങ്ങനെയാ പറയാ? ഉദിക്കുക എന്നുള്ളതിന് റൈസ് എന്നാണ്. ആ മലയാളം ആലോചിച്ച് നോക്കിയേ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അപ്പൊ റൈസ് എന്നാണ് വാക്ക്. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. സൂര്യന് സൺ എന്ന് പറയണം, സൂര്യൻ എന്ന് പറയരുത്.
ആ റൈസ് എന്നാണ് വാക്ക്. അപ്പൊ അതിന്റെ കൂടെ റൈസ് റൈസസ്. റൈസസ് ആ. എന്റെ വായിൽ വേറെയാണ് വന്നത്. സൺറൈസസ് സൺറൈസസ് ഇൻ ദ ഇൻ ഈസ്റ്റ്. ദ ഈസ്റ്റ്. ആ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അല്ലേ, എന്നും നടക്കുന്ന കാര്യല്ലേ. അപ്പൊ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. അവൾ പാട്ട് പാടുന്നു. ഷീ ആ അവൾ പാട്ട് പാടുന്നു. പാട്ട് പാടുന്നു എന്നേ ഉള്ളൂ, പാടിക്കൊണ്ടിരിക്കുന്നു എന്നില്ല. ഷീ ആ സിംഗ്സ് ആ എല്ലാത്തിനും രസം ഇടണം. സിംഗ് സോങ്. ആ അത്രേ ഉള്ളൂ. ഷീ സിംഗ് സോങ്. സിംഗ് അവൾ സോങ്. പാട്ട് പാടുന്നു അല്ലേ. അപ്പൊ അടുത്തത് മമ്മൂട്ടി സിനിമയില് മമ്മൂട്ടി ഒരു പട്ടാളക്കാരനായിട്ട് അഭിനയിക്കുന്നു. ലാസ്റ്റ് അഭിനയിക്കുന്നു. അഭിനയിക്കുന്നതിന് ഷോ ഷോ അല്ല, ആക്ട് എന്ന വാക്ക്. ആക്ട്. അപ്പൊ മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടി ആ ആക്ട്സ് ആ ആയിട്ട്. ആസ് ആ ഒരു വൺ. ആ ഒരു എന്ന് പറയുമ്പോ വൺ എന്ന് പറയുന്നത് എ എന്ന് പറയണം. വൺ സോൾജിയർ. സോൾജിയർ. കുട്ടിയെ ഇനി അടുത്തത് നമ്മൾ ഒറ്റ വാക്ക് എടുക്കുകയാണ്. ഈ ഒറ്റ വാക്ക് എടുത്തിട്ട് നേരെ ഞാൻ അവസാനിക്കുന്ന പറയുന്ന വാക്ക് വേഗം പറഞ്ഞു. അവസാനിക്കുന്ന വാക്ക് മാത്രം നമ്മൾ മാറ്റി മാറ്റി പറയും. ഇങ്ങോട്ട് എനിക്ക് ഇഷ്ടമുള്ള വെറുതെ എടുത്താൽ ഇഷ്ടപ്പെട്ട ഒരു വെർബ് എടുത്തോ. ഈ ഒരൊറ്റ വെർബ് എടുത്തിട്ട് നമ്മൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഡാൻസ്. ഓക്കെ. അപ്പോ ഞാൻ മനോഹരമായി നൃത്തം ചെയ്യാറുണ്ട് എന്ന് പറ. മനോഹരത്തിന് ബ്യൂട്ടിഫുൾ. അതൊക്കെ അവസാനം പറയാൻ പാടുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ മനോഹരമായി ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചെയ്യാറുണ്ട് എന്നുള്ളതിലാണ് പിടിക്കേണ്ടത്. ഐ ഡാൻസ്. ആ ഡാൻസ് അതുവരെ നിർത്തി. പിന്നെ ബാക്കി ആലോചിച്ചാൽ മതി. അതന്നെ ഞാൻ പറയണേ. ആ പറഞ്ഞോ. ഐ ഡാൻസ് വെരി ബ്യൂട്ടിഫുള്ളി. വെരി 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 ബ്യൂട്ടിഫുള്ളി. വളരെ മനോഹരമായി നൃത്തം ചെയ്യാറുണ്ട്. ഞാൻ വളരെ മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ആം. വേഗം പറഞ്ഞോ. ഐ ആം ഡാൻസിങ് വെരി ബ്യൂട്ടിഫുള്ളി. കാരണം ആം വന്നു, അതുകൊണ്ട് ING ഫോമിൽ വെർബ് പറഞ്ഞു. അടുത്തത് ഞാൻ മനോഹരമായി നൃത്തം ചെയ്യും. I will ചെയ്യും. dance ചെയ്യും എന്നാണ് പറഞ്ഞത്. very beautifully. അതുകൊണ്ടാണ് വന്നത്, ബില്ലെടുത്തത്. ഞാൻ ഇന്നലെ മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I was. കാരണം ആയിരുന്നതിലാണ് ഞാൻ അവസാനിപ്പിച്ചത്. I was dancing very beautifully. Yesterday. ഇന്നലെ അല്ലേ. ഞാൻ മനോഹരമായി നൃത്തം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. I have danced very beautifully. ഞാൻ മനോഹരമായി നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. I had danced very beautifully. ഞാൻ നന്നായി നൃത്തം ചെയ്തിട്ടുണ്ടാകും. ഉണ്ടാകും. അപ്പൊ I will have. I will have danced very beautifully. കാരണം വിൽ ഹാവ് പറഞ്ഞാലും ഹാവ് പറഞ്ഞാലും ഹാഡ് പറഞ്ഞാലും ഹാസ് പറഞ്ഞാലും ഒക്കെ വെർബിന്റെ മൂന്നാമത്തെ രൂപം പറയുന്നു. ഞാൻ ഇന്നലെ മനോഹരമായി ഡാൻസ് ചെയ്തു. I danced very beautifully. yesterday. ഇന്നലെ അല്ലേ. അപ്പോൾ ഇത്ര ഉള്ളൂ സംഭവം. നമ്മൾ ഏത് ടെൻസിലാണോ ഇത് പറയുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അത് അവസാനിക്കുന്നത് എങ്ങനെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അവിടെയാണ് നമ്മളെ കോൺസെൻട്രേഷൻ വരേണ്ടത്. അത് നേരെ പിക്ക് ചെയ്യുന്നു, നേരെ കൊണ്ടിടുന്നു. ഇനി നമുക്കൊരു സംശയം വരും. അപ്പോൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ചോദ്യം മേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചോദ്യം ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ നമ്മൾ ബുദ്ധിമുട്ടൂലേ? എങ്ങനെ ചോദിക്കണം? ഡിഡിൽ ചോദിക്കണോ, വില്ലിൽ ചോദിക്കണോ, ഡസ്സിൽ ചോദിക്കണോ, അല്ലേ? ഏതിൽ ചോദിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ എപ്പോൾ സെൻറ്റൻസ് ചിന്തിക്കുമ്പോഴും മലയാളത്തിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള വെർബിനെ നിങ്ങൾ പിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ വെർബിനെ പിക്ക് ചെയ്യുക. ആ വെർബിനെ നിങ്ങൾ നടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് ടെൻസും ഗ്രാമറൊക്കെ അറിയുന്ന ആളുകൾക്കല്ലേ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് വളരെ ശരിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ പ്ലേ ലിസ്റ്റിൽ
നമ്മുടെ എല്ലാ ഗ്രാമറുകളും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റിൽ ആ വീഡിയോസ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് എല്ലാ വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യുക. സമയം കിട്ടുന്ന പോലെ എല്ലാം നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അത് ഒരു കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഗ്രാമർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മിൽക്കുട്ടി ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ മിൽക്കുട്ടീനെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ മിൽക്കുട്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്സും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിറ്റാക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.